രാവിലത്തെ എന്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറുമ്പോഴത്തേനും അമ്മയുണ്ടല്ലോ കട്ട് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി പാകം 1-2 സവാളയും തക്കാളിയും മാത്രമേ കേട്ടോ മുറിച്ചെടുക്കാനുള്ളൂ. അപ്പൊ പിന്നെ അത് ഞാൻ മുറിച്ചെടുത്തോളാം എന്ന് പറഞ്ഞപ്പോ അമ്മ വേഗം ചിക്കൻ കഴുകി വൃത്തിയാക്കാൻ നിന്നു കേട്ടോ. സംഭവം ഞങ്ങളിന്നിപ്പോ ഉണ്ടാക്കാൻ പോണത് നമ്മളുടെ വീട്ടിലെ സ്ഥിരം ആളെ തന്നെയാണ് ഈ ബിരിയാണി, അതും ചിക്കൻ ബിരിയാണി തന്നെ. കറിക്ക് വേണ്ട ചിക്കനിലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തത്. ബിരിയാണിക്കുള്ള ചിക്കനിലെ പൊടികളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കും. പിന്നെ മസാലയ്ക്കായിട്ട് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ വഴറ്റിയെടുക്കണതിലേക്ക് ഗരം മസാല മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്ത ചിക്കനെ കൂടെ ചേർത്തളക്കും. പിന്നെ റൈസ് സെപ്പറേറ്റ് വേവിച്ചിട്ട് എല്ലാം കൂടെ ചേർത്ത് ദമ്മിടലാണ് പതിവ്. ചിക്കൻ ബിരിയാണി തന്നെ 3-4 രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാറുള്ളത് ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. അല്ല, നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇതും ഒരുപാട് തവണ കണ്ടു പരിചയം ഉണ്ടാവില്ലേ. ബിരിയാണി ദമ്മിട്ട് ഒരു സൈഡിലോട്ട് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നിന്നത്. ചിക്കൻ കറി പിന്നെ നമ്മൾ ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇന്നിപ്പോ നമ്മുടെ സാധാരണ രീതിയിലുള്ള കറി തന്നെയാണ് ഉണ്ടാക്കിയത്. ബിരിയാണി ദമ്മിട്ട് വെച്ചത് സെറ്റ് ആയിട്ട് വരാനായിട്ട് എന്തായാലും 1 മണിക്കൂർ ആവുമല്ലോ. ആ സമയമ്പോഴത്തേന് എന്താ കറിയും റെഡി. രാത്രിക്കും കൂടെ ചേർത്ത് 2 നേരത്തിനായിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കിയത്. പിന്നെ ബിരിയാണിയുടെ കൂട്ടത്തിൽ വേണ്ട സാലഡും പുഴുങ്ങിയ മുട്ടയൊക്കെ അമ്മ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ.